ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം. ഇന്നത്തേത് ഒരു കൊച്ചു മോട്ടിവേഷണൽ വീഡിയോ. നമ്മളെ നിത്യജീവിതത്തിൽ എപ്പോഴും കണ്ടുവരുന്ന ഒരു കാര്യമാണ്, എന്തെങ്കിലും ഒരു തെറ്റ് ഒരാൾ കണ്ടാൽ നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളാരും വേണ്ടില്ല, നമ്മുടെ സുഹൃത്തുക്കളാരും വേണ്ടില്ല, സഹപ്രവർത്തകരാരും വേണ്ടില്ല, നമുക്ക് ചുറ്റുമുള്ളവരിൽ എന്തെങ്കിലും ഒരു അപാകത തെറ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ചിലരൊക്കെ അവരെ വല്ലാണ്ട് അങ്ങോട്ട് തളർത്തിക്കളയും, അവരെ വല്ലാതെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും. പലപ്പോഴും അവർ ഒരുപാട് നന്മകൾ ചെയ്തവരായിരിക്കും, പക്ഷേ അബദ്ധത്തിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ തെറ്റുകൾ വന്നതായിരിക്കും. പക്ഷെ ആ തെറ്റിനെ മാത്രം ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ആ നന്മകളെ മുഴുവൻ മറന്നുകൊണ്ട് ഈ ഒന്നോ രണ്ടോ അപാകതകളോ തെറ്റുകളെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു പ്രവണത ടീച്ചേഴ്സിനെ സംബന്ധിച്ചോളം അത് തീരെ പാടില്ലാത്തതാണ്. കാരണം കുട്ടികളുടെ ആത്മവിശ്വാസം തകർക്കുന്ന കുട്ടികളാകുമ്പോൾ ഒരുപാട് തെറ്റുകൾ വന്നു പോകും, അപാകതകൾ വന്നു പോകും. അപ്പം പഠനത്തിലായിരുന്നാലും അവരുടെ സ്വഭാവത്തിലായിരുന്നാലും ഒക്കെ ഉണ്ടാവും. അപ്പം ആ തെറ്റുകളെ അവർക്ക് തിരുത്താനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തുകൊണ്ട് ആ തെറ്റുകൾ തിരുത്താനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ അതിൻ്റെ പേരിൽ അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്താൽ അത് അവരുടെ ആത്മവിശ്വാസം തകർക്കാൻ, വീണ്ടും അവർ തെറ്റുകൾ ആവർത്തിക്കുവാനാണ് സാധ്യത. അപ്പോൾ കുട്ടികളെ വളർത്തുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, അധ്യാപകരും രക്ഷിതാക്കളും പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ മക്കളിൽ എന്തെങ്കിലുമൊക്കെ അപാകതകൾ തെറ്റുകൾ വന്നാൽ അവരെ നമ്മൾ ആക്ഷേപിക്കുകയോ അപഹസിക്കുകയോ അവരെ മറ്റുള്ളവരുടെ മുമ്പിൽ അവഹേളിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. അത് അവരുടെ സെൽഫ് എസ്റ്റീമിനെയും, അതായത് സ്വയം മതിപ്പിനെയും സെൽഫ് റെസ്പെക്റ്റിനെയും സ്വയം ബഹുമാനം അതിനെല്ലാം വളരെ പ്രതികൂലമായിട്ട് ബാധിക്കും. അത് അവരുടെ വ്യക്തിത്വ വികാസത്തിന് അവർക്ക് വലിയൊരു തിരിച്ചടിയായിട്ട് വരും. അപ്പം ഇത് ശ്രദ്ധിക്കുക. തെറ്റുകൾ വരും, മനുഷ്യ സഹജമാണ്. മനുഷ്യരാണെങ്കിൽ തെറ്റുകൾ വന്നു പോകും. ആ തെറ്റുകൾ അവർക്ക് സ്വയം ബോധ്യപ്പെടാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ട് ആ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചെടുക്കലാണ് ഒരു രക്ഷിതാവിൻ്റെയും അധ്യാപകരുടെയും കടമ എന്ന് പറയുന്നത്. അപ്പം ഓരോരുത്തർക്കും അവരുടേതായ കഴിവുകളും അതുപോലെ തന്നെ പോരായ്മകളും ഉണ്ടാവും. അപ്പം നമ്മൾ മറ്റുള്ളവരെ വിമർശിക്കുന്ന നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ആദ്യം നമ്മുടെ ഉള്ളിലേക്ക് നമ്മളൊന്ന് നോക്കണം. അവനവൻ്റെ മനസ്സിൻ്റെ കണ്ണാടിയിലേക്കൊന്ന് നോക്കണം. നമ്മളിൽ എന്തെല്ലാം പോരായ്മകളുണ്ട്. നമ്മൾ ആക്ഷേപിക്കുന്ന വ്യക്തിക്ക് ആ പോരായ്മകളൊന്നും ചിലപ്പോൾ കാണില്ല. അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള ഗുണങ്ങളായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. ചിലപ്പോൾ നമ്മളെക്കാൾ എത്രയോ നല്ല മഹത് വ്യക്തിത്വത്തിൻ്റെ ഒരു ഉടമയായിരിക്കും നമ്മൾ ഒന്നോ രണ്ടോ ചെറിയ തെറ്റിൻ്റെ പേരിൽ നമ്മൾ ആക്ഷേപിക്കുന്നതും അപഹാസ്യരാക്കി മാറ്റുന്നതും. ഇത് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ നിത്യം കാണുന്നതാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ സമകാലിക സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് ഇതിൻ്റെ ഉദാഹരണങ്ങൾ കാണാൻ വേണ്ടിയിട്ട് കഴിയും. മറ്റുള്ളവരുടെ പോരായ്മകൾ മനസ്സിലാക്കിക്കഴിഞ്ഞാൽ അത് വളരെ സ്നേഹബുദ്ധിയ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അവരെ ആ തെറ്റിൽ നിന്നും തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാറുള്ളതാണ്. ഇത്തരത്തിലായിരിക്കും നമ്മുടെ സമീപനം. അപ്പോൾ നമ്മൾ കുട്ടികളോട് അങ്ങനെ തന്നെയാണ് വേണ്ടത്. കുട്ടികളെ നമ്മൾ താരതമ്യം ചെയ്യാൻ പാടില്ല. അവൻ്റെ ഒന്നോ രണ്ടോ തെറ്റിൻ്റെ പേരിൽ മറ്റു കുട്ടികളുമായി താരതമ്യം ചെയ്തുകൊണ്ട് അവൻ്റെ സ്വത്വത്തെ, അവൻ്റെ സെൽഫ് റെസ്പെക്റ്റിനെ, സെൽഫ് എസ്റ്റീമിന് നമ്മളെ ഒരിക്കലും വ്രണപ്പെടുത്താൻ വേണ്ടിയിട്ട് പാടില്ല. അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ വ്യക്തിത്വ വികാസത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇത്തരത്തിൽ നമ്മൾ കുഞ്ഞുങ്ങളോടും മറ്റുള്ളവരൊക്കെ ഇടപെടാൻ വേണ്ടി ശ്രമിക്കുക. അത് നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, പുതിയ മോട്ടിവേഷണൽ വീഡിയോസായിട്ട് വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്. ജയ് ഹിന്ദ്.